കർത്താവ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരാഴ്ച ക്രിസ്തു നമുക്ക് നേടിത്തന്ന രക്ഷയെക്കുറിച്ച് നാം ധ്യാനിക്കുകയായിരുന്നു. ആ രക്ഷ സ്വന്തമാക്കേണ്ടതിന് നാം നൽകേണ്ട പ്രത്യുത്തരങ്ങളാണ് വിശ്വാസവും മാനസാന്തരവും. അതിൽ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് സവിസ്തരമായ പ്രഘോഷണത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും നാം കേട്ടുകഴിഞ്ഞു. ദൈവവചനങ്ങളുടെ പിൻബലത്തിൽ ഒരു സ്ലൈഡ് പ്രസന്റേഷനിലൂടെ വിശ്വാസ പ്രത്യുത്തരത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യങ്ങൾ ലഭിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളെ സ്നേഹപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ വിശ്വസിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കുക, നമ്മുടേതാക്കുക എന്ന വിശ്വാസ പ്രത്യുത്തരം. ഇസ്രായേലിന്റെ വിമോചനം കാത്തുകാത്ത് ദേവാലയത്തിൽ കഴിഞ്ഞിരുന്ന വയോധികനായ ശിമയോന്റെ വാക്കുകളാണ് നാം ഇവിടെ കാണുന്നത്. സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്നുള്ള ലൂക്ക 2:31 വാക്യങ്ങൾ. വിശ്വാസപൂർവ്വം ദിവ്യ ശിശുവിന്റെ മുഖത്തേക്ക് നോക്കിയ ശിമയോൻ സർവ്വജനത്തിനുമുള്ള രക്ഷ ദർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഭാഗത്തു നിന്നും മനുഷ്യരക്ഷയ്ക്കായി ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞു. മനുഷ്യന്റെ പ്രത്യുത്തരത്തിനായി സ്വർഗം കാത്തിരിക്കുന്നു. സ്വർഗം ചെയ്യേണ്ടതെല്ലാം 2000 വർഷങ്ങൾ മുമ്പേ ചെയ്തു കഴിഞ്ഞതാണ്. യേശുവിലൂടെ പൂർത്തിയാക്കപ്പെട്ട രക്ഷ ഇനി എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാകണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നാം എന്താണ് ചെയ്യേണ്ടത്? ഇനി നാമാണ് ചെയ്യേണ്ടത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ 1 തിമോത്തി 2:4 പറയും പ്രകാരം എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൗജന്യ രക്ഷ സ്വന്തമാക്കാൻ രക്ഷിച്ചവനിൽ വിശ്വസിക്കുകയാണ് വേണ്ടത്. ആ വിശ്വാസത്തിനായി പ്രത്യുത്തരിക്കുകയാണ് വേണ്ടത്. ഈ വിശ്വാസം നമ്മെ രക്ഷയിലേക്ക് വഴി നടത്തുന്നു. CCC 142 വിശ്വാസത്തെക്കുറിച്ച് നമ്മോട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ് വിശ്വാസമെന്ന്? അദൃശ്യനായ ദൈവം വെളിപ്പാടിലൂടെ തന്റെ സ്നേഹത്തിന്റെ തികവിൽ നിന്ന് മനുഷ്യരോട് സ്വമിത്രങ്ങളോടെന്ന പോലെ സംഭാഷിക്കുന്നു. തന്റെ സൗഹൃദ വലയത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ടതിന് സ്വീകരിക്കേണ്ടതിനുമായി അവിടുന്ന് അവർക്കിടയിലൂടെ ചരിക്കുന്നു. ഈ ക്ഷണത്തിന് മനുഷ്യർ നൽകുന്ന സമുചിത പ്രത്യുത്തരമാണ് വിശ്വാസം. അദൃശ്യനായ ദൈവത്തിന്റെ പരമപ്രധാനമായ വെളിപ്പെടുത്തലാണ് രക്ഷകനായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് നൽകപ്പെട്ടത്. ആ ക്രിസ്തു നമ്മുടെ ഇടയിൽ ഉള്ളിൽ വസിക്കുന്നു, അഥവാ വസിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ നടന്ന് സ്വമിത്രങ്ങളോടെന്ന പോലെ സംവദിക്കുന്നു. എന്നിട്ട് അവിടുത്തെ മാറോട് ചേർക്കാനുള്ള ക്ഷണവും നൽകുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കാൻ എന്ത് ചെയ്യണമെന്ന് ആരായുന്നതും സ്വതന്ത്ര മനസ്സോടെ കൈകൊടുക്കുന്നതുമാണ് വിശ്വാസ പ്രത്യുത്തരമെന്ന് CCC നമ്മെ പഠിപ്പിക്കുന്നു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അഥവാ CCC 142 143 സംക്ഷിപ്തമായി നോക്കുകയാണെങ്കിൽ വിശ്വാസം എന്നത് കാലാകാലങ്ങളിൽ ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളോടുള്ള മനുഷ്യന്റെ ഭാവാത്മകവും സ്വതന്ത്രവുമായ പ്രത്യുത്തരമാണ് എന്ന് കാണുവാൻ സാധിക്കും. എങ്ങനെയുള്ള പ്രത്യുത്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്? സ്വതന്ത്രമായൊരു പ്രത്യുത്തരം. ഏദൻ തോട്ടത്തിലെ നന്മ തിന്മയുടെ വൃക്ഷത്തിന് ചുറ്റും ഒരു വേര് കെട്ടിയിരുന്നെങ്കിൽ ഒരിക്കലും മനുഷ്യർ പാപം ചെയ്യുകയില്ലായിരുന്നു. പക്ഷേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയായിരുന്നു. നിർബന്ധത്താലല്ല, ആരുടെയും പ്രേരണയാലല്ല, ക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സത്യങ്ങളോടുള്ള പ്രത്യുത്തരമാണ് ക്രൈസ്തവ ജീവിതമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിന്റെ അപരിമേയമായ ശക്തിയെക്കുറിച്ചും അവിടുത്തെ അനന്തമായ സ്നേഹത്തെക്കുറിച്ചും പല വിധത്തിൽ പലരിലൂടെ പഴയ നിയമത്തിൽ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുത്തപ്പെട്ട സമ്പൂർണമായ വെളിപ്പെടുത്തലിനെ സ്വതന്ത്രമായി സ്വീകരിച്ച് സ്വന്തമാക്കുന്നതാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതമെന്ന് CCC നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്താണ് വിശ്വസിക്കേണ്ടത്? ദൈവപുത്രനായ യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ പാപകടങ്ങൾ വീട്ടി നമ്മെ രക്ഷിച്ചു കഴിഞ്ഞതാണെന്നും അവിടുന്ന് ഉയർപ്പിക്കപ്പെട്ടതിനാൽ നാം പൂർണ്ണമായും നീതീകരിക്കപ്പെട്ടവരാണെന്നും നാം ഉറച്ചു വിശ്വസിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് പീഡ സഹിച്ചു മരിച്ചുയർത്ത യേശുക്രിസ്തു എനിക്ക് വേണ്ടിയാണ്, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്താണ് മരിച്ചതെന്ന ബോധ്യത്തിലേക്ക് ബോധപൂർവം വളരുന്നതും അവനോടുകൂടി മാമോദീസായിൽ നമ്മളും മരിച്ചു ഉയർത്തതാണ് എന്ന സത്യം ഹൃദയത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്നതുമാണ് നമ്മിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസ പ്രത്യുത്തരം. ആകയാൽ വിശ്വാസം എവിടെ നിന്ന് വരുന്നു? റോമ 10:17 നാം വായിക്കുന്നത് ഇപ്രകാരമാണ്: ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഒരുവന് വിശ്വാസം ഉണ്ടാകുന്നത് വിശ്വസിക്കേണ്ട സത്യങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണങ്ങൾ കേൾക്കുന്നതിൽ നിന്നുമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗം ഇനിയും അധികം ഞാൻ കേൾക്കേണ്ടിയിരിക്കുന്നു, അവധാനപൂർവ്വം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഞാൻ അനുകരിക്കേണ്ടിയിരിക്കുന്നു, അനുഗമിക്കേണ്ടിയിരിക്കുന്നു, അനുസരിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിലൂടെ കരഗതമായ രക്ഷ പ്രിയപ്പെട്ടവരെ പ്രഘോഷിക്കപ്പെടണം.
നമുക്ക് വിശുദ്ധ പത്രോസിന്റെ ആദ്യ പ്രസംഗത്തെക്കുറിച്ചൊന്ന് ധ്യാനിക്കാം. ഭയപ്പെട്ട് യേശുക്രിസ്തുവിനെ കോഴി കൂകും മുമ്പ് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ്ലീഹ, സെഹിയോനൂട്ടുശാലയിൽ ഭയം നിറഞ്ഞു നിന്ന പത്രോസ്ലീഹ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തോടെ പന്തക്കുസ്താ ദിനത്തിൽ താൻ പേടിച്ചിരുന്ന യഹൂദരുടെ മുമ്പിൽ ധൈര്യപൂർവ്വം ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുകയാണ്. നിങ്ങൾക്ക് ഒന്നടങ്കം തെറ്റുപറ്റിയിരിക്കുന്നു. നിങ്ങൾ മുഖത്ത് തുപ്പുകയും നിന്ദിക്കുകയും ചമ്മട്ടി കൊണ്ട് അടിക്കുകയും രക്തത്തിൽ ഒട്ടിപ്പിടിച്ച ഉടുതുണി ഉരിഞ്ഞു കളയുകയും ചെയ്ത മുൾമുടി അണിയിച്ച് ലോകത്തിൽ തന്നെ ഇതുവരെയും കേട്ടിട്ടില്ലാത്ത വിധം അത്രയ്ക്ക് ക്രൂരതകൾ കാട്ടി കുരിശിൽ തറച്ച യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ദൈവം അവനെ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായിരിക്കുന്നു. ഈ പ്രസംഗം കേട്ട യഹൂദർക്ക് ഒന്നടങ്കം മനസ്സിലായി തങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന്. ഇത് കേട്ടപ്പോൾ ഹൃദയം നുറുങ്ങി അവർ പത്രോസിനോട് മറ്റപ്പസ്തോലന്മാരോട് ചോദിച്ചു, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. ആ പ്രസംഗിച്ചവരുടെ ആത്മവിശ്വാസവും അവരുടെ കണ്ണിലെ തിളക്കവും ശക്തമായ വാക്കുകളും കേട്ടുകൊണ്ടിരുന്നവരുടെ ഹൃദയത്തെ കീറി മുറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാവരും പാപികളാണ്. മനുഷ്യകുലം മുഴുവനും പാപത്തിൽ മരിച്ചവരാണ്. എന്നാൽ യേശുക്രിസ്തു പാപത്തിനു മരിച്ചവൻ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? റോമ 6:3 വചനം നമ്മോട് ഇങ്ങനെ പറയുന്നു, പാപത്തിൽ മരിച്ചവരാണ് നമ്മൾ, ഇനി പാപത്തെ ജയിച്ചവനിൽ മരിക്കണം. മനുഷ്യകുലം മുഴുവൻ പാപത്തിൽ മരിച്ചവരാണ്. പാപത്തിന്റെ വേദന മരണമാണെന്ന് നമുക്കറിയാം. പാപത്തിൽ മരിച്ച നാം ഓരോരുത്തരും ഇനി പാപത്തെ ജയിച്ചവനിൽ മരിക്കണം. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ സ്വയം ബലിയായതുവഴി നമ്മുടെ എല്ലാ പാപങ്ങൾക്കും യേശു പരിഹാരം ചെയ്തു കഴിഞ്ഞു. അതിനാൽ ഇനിയും നമുക്ക് പാപത്തിൽ ജീവിക്കാൻ അവകാശമില്ല. ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും ക്രിസ്തുവിനോടുകൂടി മരണപ്പെട്ടിരിക്കുന്നു. അതെ, നാം ഓരോരുത്തരും ജ്ഞാനസ്നാനത്തിലൂടെ അവന്റെ മരണത്തോട് ഐക്യപ്പെടുകയാണ്. പാപത്തെ ജയിച്ചവന്റെ മരണത്തോട് താതാത്മ്യപ്പെടുന്നതാണ് അനുതാപം. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുമെന്ന് നമുക്കറിയാമല്ലോ. റോമ 6:6. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് സ്നാപക യോഹന്നാൻ യേശുവിനെ പറ്റി പ്രഘോഷിക്കുന്നത്. നാം എല്ലാവരും പാപത്തിൽ മരിച്ചവരാണ് എന്ന് നാം കണ്ടു. ഇനി പാപത്തിന് ജയിച്ചവനിൽ മരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ മ്ലേച്ഛതകളും ജഡിക അഭിലാഷങ്ങളും ലോകമോഹങ്ങളോടും എല്ലാം കൂടിയ പഴയ മനുഷ്യരെ കുരിശിൽ തറച്ചുകൊണ്ട് പുതിയ മനുഷ്യനായി രൂപം പ്രാപിക്കുകയാണ് വേണ്ടത്. അതാണ് അനുതാപം. നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. എനിക്ക് വേണ്ടി മരിച്ചവന്റെ മരണം എൻ്റെ സ്വന്തമാക്കണമെങ്കിൽ ഞാനും അവനോടൊപ്പം ബോധപൂർവം മരിക്കണം. യേശുക്രിസ്തുവിൽ ലോകത്തിന്റെ സകല പാപങ്ങളും മരിച്ചു. ഇനി അവനോടൊപ്പം എൻ്റെ പാപങ്ങൾ മരിക്കുകയും എനിക്കും ഒരു ഉത്ഥാനം ലഭിക്കുകയും ചെയ്യും. ഇവിടെ ഒരു ചിത്രം നാം കാണുന്നുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ മറുഭാഗത്ത് തറയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കിവിടെ കാണാം. I have been crucified with Christ, and I no longer live, but Christ lives in me. Galatians chapter 2 verse 20. പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഈ വാക്യത്തിൽ ഇങ്ങനെ പറയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മറുവശത്ത് ഞാനും നിങ്ങളും അനുതാപത്തോടെ നമ്മെ തന്നെ ക്രൂശിക്കുമ്പോഴാണ് യേശുക്രിസ്തു നമുക്ക് നേടിത്തന്ന ആ പാപ പരിഹാരം നമുക്ക് നേടിയെടുക്കാനായി സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിനോടുകൂടി നാം എല്ലാവരും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു വാസ്തവമാണ്. നാം അത് തിരിച്ചറിയുകയും ഏറ്റുപറയുകയും ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതെ, നമ്മിലെ പഴയ മനുഷ്യനെ അവനോടുകൂടി ക്രൂശിക്കുന്നതാണ് അനുതാപം. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. റോമ 6:8 നമുക്ക് അതിനോട് ചേർത്ത് വായിക്കാം. നമുക്ക് അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണമുണ്ടെങ്കിൽ അവന്റെ ഉത്ഥാനത്തിലും അവകാശമുണ്ട്. അതേ പ്രിയപ്പെട്ടവർ, അവനോടുകൂടി മരിച്ചവർക്ക് മാത്രമേ അവന്റെ ഉത്ഥാനത്തിലും പങ്കുണ്ടാവൂ. അവന്റെ മരണത്തിന് സദൃശമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോടുകൂടി ഐക്യപ്പെട്ടവരായിരിക്കും. റോമ 6:5. ഇത് വിശ്വസിക്കുന്നവർക്ക് പാപങ്ങളെക്കുറിച്ച് ഓർത്ത് അനുതപിക്കാതിരിക്കാൻ കഴിയുമോ? അപ്പോൾ യേശുവിൽ വിശ്വസിക്കാൻ നാം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ പടിയാണ് അനുതാപവും പാപബോധവും നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടാവുക എന്നത്. ഹൃദയത്തിന്റെ ആഴത്തിൽ യേശുവിൽ വിശ്വസിക്കുമ്പോഴാണ് ഈ അവസ്ഥ സംജാതമാകുന്നത്. അനുതാപവും പാപബോധവും തിങ്ങി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പാപങ്ങൾ നാം ഏറ്റുപറയുമ്പോൾ നമുക്കും ആ രക്ഷ സ്വന്തമാക്കാൻ സാധിക്കും.
ഈ സത്യം തിരിച്ചറിയുന്നവരുടെ ഹൃദയം അവരറിയാതെ അനുതാപത്തിലേക്കും പാപങ്ങളുടെ ഏറ്റുപറച്ചിലേക്കും എത്തിച്ചേരും. യേശു തൻ്റെ കുരിശിലെ ബലി വഴി നമുക്ക് എന്തെല്ലാം നേടിത്തന്നു? അനുരഞ്ജനം നേടിത്തന്നു, പാപ പരിഹാരം, നീതീകരണം, സ്വാതന്ത്ര്യം. ഇങ്ങനെ യേശുക്രിസ്തു തൻ്റെ ദൈവത്വം മാനിക്കാതെ പരിപൂർണ മനുഷ്യനായി ഭൂമിയിൽ ഭൂജാതനായി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അനുരഞ്ജനം സാധ്യമാക്കി ഭൂമിയും സ്വർഗവും തമ്മിലുള്ള വിടവില്ലാതാക്കി, ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിടവില്ലാതാക്കി. യേശുക്രിസ്തുവിലൂടെ ദൈവം സ്വർഗവും ഭൂമിയും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കിയെങ്കിൽ നമുക്കും അനുരഞ്ജനപ്പെടാനുള്ള സമയമാണിത്. അതിനുള്ള നിരവധി മേഖലകളുണ്ട്. ദൈവത്തോട്, മനുഷ്യരോട്, മറ്റു ജീവികളോട്, കാലാവസ്ഥയോട്, സഭാ സംവിധാനങ്ങളോട്, ഉപദ്രവിക്കുന്നവരോട് അതെല്ലാം കണ്ടെത്തി അത്തരം എല്ലാ സാഹചര്യങ്ങളോടും അനുരഞ്ജനപ്പെടുവാൻ നമുക്കും കഴിയണം. മാറ്റി നിർത്തിയവരോട്, കളിയാക്കിയവരോട് എല്ലാം രമ്യതയിലാകണം. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു കുരിശിൽ മരിച്ച് നമ്മുടെ ലോകം മുഴുവൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് കഴിഞ്ഞതിനാൽ നമ്മുടെ പാപകടങ്ങളെ ഒന്നൊഴിയാതെ ഓർക്കാനും അത് ഏറ്റുപറഞ്ഞ് മുക്തി തേടാനും നമുക്ക് ബാധ്യതയുണ്ട്. യേശു കുരിശിൽ മരിക്കുക മാത്രമല്ല, ഉയർത്തെഴുന്നേറ്റ് നീതീകരണം സാധ്യമാക്കുകയും ചെയ്തു. ദൈവത്തിന് മുമ്പാകെ കുറ്റവിമുക്തനായി അല്ലെങ്കിൽ നീതിമാനായി അംഗീകരിക്കപ്പെടുന്ന അവസ്ഥയാണ് നീതീകരണം. യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്തിലൂടെ ദൈവം നൽകുന്ന നീതിയാണ് നീതീകരണം. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, പരീക്ഷയിൽ ക്രമക്കേട് കാട്ടിയ കുട്ടി ശിക്ഷയ്ക്ക് അർഹനാണ്. പക്ഷേ അധ്യാപകൻ പറഞ്ഞു, ഇവനോട് ഞാൻ ക്ഷമിക്കുന്നു. കുട്ടി അപ്പോൾ നല്ലവനായി മാറിയില്ല, പക്ഷെ നല്ലവനായി അംഗീകരിക്കപ്പെട്ടു. എന്നാൽ പാപിയായ മനുഷ്യനോട് ദൈവം ക്ഷമിച്ച് നീതിമാനാക്കുന്നു. യേശുക്രിസ്തു ചിന്തിയ നിഷ്കളങ്ക രക്തത്താലാണ്. യേശുക്രിസ്തു നേടിത്തന്ന ഈ നീതീകരണം വഴി ഇനി കുറ്റബോധത്തിലും അധമ ചിന്തകളിലും എല്ലാം ജീവിക്കേണ്ടവരല്ല നമ്മൾ. സൗജന്യമായ സമ്പൂർണമായ നീതീകരണമാണ് യേശുക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് നേടി തന്നിരിക്കുന്നത്. ഈ നീതീകരണത്തിൽ ഭാഗം പറ്റുമ്പോൾ മേലിൽ നിരാശയിലോ കുറ്റബോധത്തിലോ നാം ആയിരിക്കരുതേ, അങ്ങനെ ആയിരിക്കാൻ നമുക്ക് അവകാശമില്ല, അതെല്ലാം പാപകടങ്ങളെല്ലാം വീട്ടിക്കഴിഞ്ഞതാണ് എന്നുള്ള ആത്മാർത്ഥമായ ബോധ്യത്തിലേക്ക് നാം വളരേണ്ടതുണ്ട്. അങ്ങനെ യേശുക്രിസ്തു വഴി നേടിത്തന്ന നീതീകരണം വഴി യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കുകയാണ്. ആ സ്വാതന്ത്ര്യം വഴി ക്രിസ്തുവിനോട് ദൈവം നേടിത്തന്ന സ്വാതന്ത്ര്യം പൂർണ്ണതയിൽ ആസ്വദിക്കണമെങ്കിൽ നമ്മെ അലോസരപ്പെടുത്തുന്ന അടിമത്തത്തിൻ്റെ മേഖലകളെ പൂർണ്ണമായി തിരിച്ചറിയുകയും അതിൽ നിന്നും മോചനം നേടുകയും പാപഭാരത്തിൽ നിന്നും ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നെല്ലാം നാം വിമുക്തി നേടുകയും ചെയ്യേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, 1 യോഹന്നാൻ 1:8 പറയുന്നത് നമുക്ക് നോക്കാം. നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും. അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. ഈ ഭൂമിയിൽ കാൽ വെച്ച് നടക്കുന്ന ആർക്കെങ്കിലും പറയാൻ കഴിയുമോ കാലിൽ ചെളി പറ്റിയിട്ടില്ല എന്ന്? അതുപോലെയാണ് നമ്മിൽ പാപമില്ലെന്ന് പറയുന്ന അവസ്ഥയെന്ന് 1 യോഹന്നാൻ 1:8 പറയുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ എത്രയോ തവണ കുമ്പസാരിക്കുന്നവരാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദീർഘമായി കുമ്പസാരിക്കുന്ന ജോൺ പോൾ II മാർപ്പാപ്പയെ നാം കേട്ടിട്ടുണ്ട്. ഒരു ദിവസത്തിൽ തന്നെ 7 തവണ കുമ്പസാരിക്കുന്ന വിശുദ്ധരെ പറ്റിയും നാം വായിച്ചിട്ടുണ്ട്. ഇത്രമാത്രം അനുതാപത്തോടെ അവരെ കാണുമ്പോൾ നമുക്ക് പാപമില്ലെന്ന് പറഞ്ഞാൽ അത് ആത്മവഞ്ചന തന്നെയാണ്. സത്യം നമ്മിലില്ല എന്ന് വരും. എന്നാൽ ആ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. വചനം 1 യോഹന്നാൻ 1:9 തിരുവചനങ്ങൾ. ഒന്ന് എളിമപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറയാൻ തുനിഞ്ഞാൽ നമ്മുടെ വിശുദ്ധീകരണം പൂർണ്ണമാകും. കാരണം അവൻ വിശ്വസ്തനാണ്, നീതിമാനാണ്, പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ്. അങ്ങനെയെങ്കിൽ ഒരു നല്ല ആത്മശോധന നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നുണ്ട്. ബന്ധങ്ങൾ, ദൈവത്തോട്, തന്നോട് തന്നെ, പ്രപഞ്ചത്തോട്, മറ്റുള്ളവരോട്, കുടുംബം, സ്വന്തക്കാർ, സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം നാം പാപം ചെയ്യുമ്പോൾ ദൈവത്തോടും തന്നോട് തന്നെയും പ്രപഞ്ചത്തോടും മറ്റുള്ളവരോടും ഒക്കെ അകന്നു പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം. അതെല്ലാം തിരിച്ചു കിട്ടി നേരാവണ്ണം ചരിക്കാൻ ഒരു ഏറ്റുപറച്ചിൽ കൂടിയേ തീരൂ. അതിനാണ് നമുക്ക് ഈ ഒരാഴ്ചക്കാലം പരിശ്രമിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിന് പിറുപിറുക്കുന്നവരാണോ ഞാനും നിങ്ങളും? പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോൾ ദൈവം നൽകിയ ജീവിത സാഹചര്യങ്ങളോട്, ജീവിത അവസ്ഥകളോട്, സഹനത്തോട്, സന്തോഷത്തോട് ആമേൻ പറയാറുണ്ടോ? ദൈവത്തെ മഹത്വപ്പെടുത്താറുണ്ടോ? എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ജീവിതത്തിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ? സ്വയം ഞാൻ എന്നെ കുറച്ച് കാണുന്നുണ്ടോ? പുച്ഛിക്കാറുണ്ടോ? അത് എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നത്? ഇനി പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവനാണോ ഞാൻ? പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവനാണോ? പ്രപഞ്ചത്തെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? കാലാവസ്ഥയിലെ ദൈനംദിന വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ, മോശം കാലാവസ്ഥ, മഴ, ചൂട്, തണുപ്പ് ഇവയെല്ലാം ഏറിയും കുറഞ്ഞും വരുമ്പോൾ, മഴയില്ലാതെ വരുമ്പോൾ മഴയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുകയും കൂടുതൽ മഴ വരുമ്പോൾ അതിനെ ശപിക്കുകയും അതുപോലെ തന്നെ വെയിൽ, ഇങ്ങനെയെല്ലാമാണോ ഞാൻ? ഇനി മറ്റുള്ളവരോടുള്ള ബന്ധം, കുടുംബത്തിൽ മാതാപിതാക്കളോടുള്ള ബന്ധം, ജീവിത പങ്കാളിയോട് ഒരു പ്രാവശ്യമെങ്കിലും തോറ്റുകൊടുക്കാൻ സാധിക്കുന്നവരാണോ? അങ്ങനെ ചെയ്യാറുണ്ടോ? നമുക്ക് വിലയിരുത്താം.
എൻ്റെ വാക്കുമൂലം മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാം. കുറ്റം വിധിക്കുന്നവനാണോ ഞാൻ? ഈ ബന്ധങ്ങളുടെ മേഖലകളെല്ലാം ആത്മശോധന ചെയ്ത് ഒരു നല്ല കുമ്പസാരത്തിന് ഒരുങ്ങാം. ഒരിക്കലും നാം വെറുപ്പും വിദ്വേഷവും അസൂയയും പേർ നടക്കുന്നവരാകരുത്. ഒരു തരി വെറുപ്പ് തമ്മിലുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസ്നേഹം അനുഭവിക്കാനാവില്ല. പ്രിയപ്പെട്ടവരെ, ക്ഷമിക്കാനും ക്ഷമ കൊടുക്കാനും ഉള്ളവരിലേക്ക് ഒരു ധീരമായ കാൽവെപ്പ് നമുക്ക് ഇന്ന് തന്നെ തീവ്രമായി ആഗ്രഹിച്ച് പൂർത്തിയാക്കാം. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ക്ഷമിച്ച് നല്ല കുമ്പസാരത്തിന് അണയണം. ഇനി വീണ്ടും ദൈവകൽപ്പനകളുടെ വെളിച്ചത്തിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. ദൈവം തന്റെ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ നമ്മൾ വഴിതെറ്റി പോകാതിരിക്കാൻ എപ്പോഴും നാം ദൈവത്തോടൊപ്പം സഞ്ചരിക്കാനാണ് ദൈവകൽപ്പനകൾ നൽകിയിരിക്കുന്നത്. 1-ാം പ്രമാണത്തിനെതിരായി എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ? വഴിതെറ്റാതെ ലക്ഷ്യത്തിൽ ചേരാൻ തന്ന ദൈവകൽപ്പനകളെ മാനിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവ് നയിക്കുന്ന തിരുസഭയുടെ കൽപ്പനകൾ, തിരുസഭയാകുന്ന കൂട്ടായ്മയിലാണ് നാം. ആ തിരുസഭയുടെ കൽപ്പനകൾ നാം പാലിക്കാറുണ്ടോ? തിരുസഭയുടെ കൽപ്പനകളെ വളരെ ലാഘവത്തോടെയാണോ നാം കാണുന്നത്? അവയെ മാനിക്കാറുണ്ടോ? തിരുസഭയെ അനുസരിക്കാനും സഭയെ സ്നേഹിക്കാനും എനിക്ക് കഴിയുന്നുണ്ടോ? സഭയെ പടുത്തുയർത്തുവാൻ ഞാൻ പരിശ്രമിക്കുന്നുണ്ടോ? സഭയെ പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, വലിയ മാരക പാപങ്ങളിലേക്ക് നയിക്കുന്ന മൂലപാപങ്ങളായ അഹങ്കാരം, അസൂയ, കോപം, മടി, ജഡികാസക്തി, ഭക്ഷണത്തോടുള്ള കൊതി, ഇവയെല്ലാം എല്ലാ മനുഷ്യരിലും വേരുകൾ പാകിയിട്ടുണ്ട്. രക്ഷകനായ യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് അതിനെതിരായി നാം പൊരുതുമ്പോൾ യേശുവിൻ്റെ തിരുരക്തം അതിനെതിരെ എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളും. വേരോടുകൂടി പിഴുതെറിഞ്ഞ് മാറ്റിക്കളയുവാൻ മൂലപാപങ്ങൾ നാം പരിശോധിക്കണം. അങ്ങനെയെങ്കിൽ മാത്രമാണ് വിശ്വാസ പ്രത്യുത്തരത്തിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്ന രക്ഷയ്ക്ക് നാം പാത്രീഭവിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതാവസ്ഥ പരിശോധിക്കാം. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നത് കണക്കിലെടുക്കാം. മകൻ, മകൾ, ഭർത്താവ്, ഭാര്യ, മരുമക്കൾ, പേരക്കുട്ടികൾ, മുതിർന്നവർ എന്ന നിലയിൽ ഉത്തരവാദിത്വ നിർവഹണം എങ്ങനെയാണ്? പ്രായമായ മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ടോ? കരുതുന്നുണ്ടോ? പരിപാലിക്കുന്നുണ്ടോ? വലിയ സ്നേഹത്തോടെ ശുശ്രൂഷിക്കാൻ പറ്റുന്നുണ്ടോ? ഇതെല്ലാം നമുക്കൊന്ന് വിലയിരുത്താം. ചെയ്യേണ്ട നന്മ എന്താണെന്ന് അറിഞ്ഞിട്ടോ അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നുവെന്ന് യാക്കോബ് ശ്ലീഹ 4:17 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഒരു സമയമെടുത്ത് പേപ്പറിൽ എഴുതി തയ്യാറാക്കി കുമ്പസാരിച്ചൊരുങ്ങാം. നമ്മുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരത്തിന് വേണ്ടതെല്ലാം ഈശോ വീട്ടിക്കഴിഞ്ഞതാണ്. തൻ്റെ സ്വർഗമാകുന്ന ബാങ്കിൽ ആ സർവ്വസമ്പന്നൻ വേണ്ടുവോളം നിക്ഷേപിച്ചിട്ടുണ്ട്. അത് പോയി നാം സ്വീകരിച്ചാൽ മതിയാകും. ആ സ്വർഗമാകുന്ന ബാങ്കിൻ്റെ ഔട്ട്ലെറ്റാണ് ഓരോ കുമ്പസാരക്കൂടും. കടങ്ങളും പാപങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് കുമ്പസാരിച്ച് അമൂല്യമായ ആ രക്ഷ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്നവരാകാം. അങ്ങനെ ഒരു ശീലം നമുക്കുണ്ടാവട്ടെ എന്ന് ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അനുദപിച്ച് പാപങ്ങൾ ഏറ്റുപറയുക, നല്ല കുമ്പസാരം നടത്തുക, എല്ലാ കടങ്ങളും എഴുതിത്തള്ളുക, എല്ലാറ്റിനോടും എല്ലാവരോടും നിരുപാധികം ക്ഷമിക്കുക. നിരുപാധിക ക്ഷമയെന്നാൽ ഒരിക്കലും ഓർക്കുക പോലുമില്ലാത്ത വിധത്തിൽ മനസ്സിൽ നിന്ന് സർവ്വ ഭാരങ്ങളും പാപബന്ധനങ്ങളും വെറുപ്പും വിദ്വേഷവും ഒക്കെ പൂർണ്ണമായും മാഞ്ഞു പോകുന്ന അവസ്ഥയാണ്. അങ്ങനെയായാൽ മാത്രമേ നമ്മുടെ ഏറ്റുപറച്ചിൽ പൂർണ്ണമാവുകയുള്ളൂ. റോമ 4:25 പറയും പോലെ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടുമെന്ന അനുഭവം എൻ്റെ ജീവിതത്തിൽ എനിക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഇപ്രകാരമായിരുന്നു. മിസ്സിയോയുടെ ബാച്ച് 7-ൽ ഞാനും എൻ്റെ കുടുംബമൊക്കെ ഓൺലൈനിൽ പങ്കെടുത്തു. ബാച്ച് 7-ൽ പങ്കെടുത്തോടുകൂടി തന്നെ ഫിസിക്കൽ കോഴ്സിൽ ഞാനും കുടുംബവും പങ്കെടുത്തു. മനോഹരമായ ക്ലാസ്സുകൾ, സ്നേഹനിർഭരമായ ഇടപെടലുകൾ, ആത്മാർത്ഥതയോടെ ഈ ശുശ്രൂഷ നടത്തുന്ന ഒരുപറ്റം പേർ, വിശുദ്ധ കുർബാന, ആരാധന, കൗൺസിലിംഗ്, ഔട്ട്റീച്ച്, കുമ്പസാരത്തിന് ഒരു ദിവസം തന്നെ മാറ്റിവെച്ചിരുന്നു. ഒരു പ്രസൻറ്റേഷൻ പേപ്പർ ഒരു നീളൻ കുപ്പായം പോലെ മുറിച്ച് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് പോലെ ഞങ്ങൾക്ക് തന്നിരുന്നു. നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും വിദ്വേഷങ്ങളും അധമചിന്തകളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും എഴുതുവാനാണ് ആ ഉടുപ്പിൻ്റെ അകവശം ഉപയോഗിക്കേണ്ടത്. മറുവശത്ത് നമ്മുടെ ദൈവം തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ എല്ലാ പോസിറ്റീവും എഴുതാൻ ആവശ്യപ്പെട്ടു. പതിവ് രീതിയിൽ കുമ്പസാരിക്കുന്ന 3-4 പാപങ്ങൾ ഞാൻ എഴുതി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, അവിടെ നടന്ന പ്രാർത്ഥനകളും അവിടെ നടന്ന ക്ലാസ്സുകളും പിന്നീട് അങ്ങോട്ട് നടന്ന ആരാധനയുമെല്ലാം എന്നിലുണ്ടായിരുന്ന എൻ്റെ പാപങ്ങളെ മുഴുവൻ ഓർത്തെടുക്കുവാൻ സാധിക്കുന്നതായിരുന്നു. വേണ്ടത്ര അനുതാപമില്ലാതെ, വിശ്വാസ പ്രത്യുത്തരമില്ലാതെ, ഉയർപ്പിക്കപ്പെട്ടവനിലുള്ള ഒരു നീതീകരണവും തേടാതെ ഞാൻ ഇത്രകാലം വെറുതെ ചെയ്തു പോയ കുമ്പസാരങ്ങളെ ഞാൻ ഓർത്തു. അതൊരു വലിയൊരു ആത്മവിലാപമായി, വലിയൊരു കരച്ചിലായി മാറുകയും എല്ലാ പാപങ്ങളും എഴുതുവാനും എനിക്ക് സാധിച്ചു. അപ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഒരു ദർശനം പോലെ വന്ന് നിൽക്കുകയാണ്. ഒരു കുരിശിൻ ചുവട്ടിൽ, വലിയൊരു മാറാപ്പിൽ, ഒരു ഭാണ്ഡക്കെട്ടിൽ കുറേ കെട്ടുബാധ്യതകളും അധമചിന്തകളും കുറ്റബോധങ്ങളും ഒന്നിനും കൊള്ളാത്തവളെന്നും ആർക്കും വേണ്ടാത്തവളെന്നുള്ള ചിന്തകളും കാര്യങ്ങളും എല്ലാമായിട്ട് കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന എൻ്റെ ചിത്രം. ഞാനതെല്ലാം കുരിശിൻ ചുവട്ടിൽ എടുത്തു വയ്ക്കുന്നുണ്ട്. ഭാണ്ഡം തുറന്ന് എല്ലാം എടുത്തു വയ്ക്കുന്നുണ്ട്.
ഞാൻ തിരികെ പോരുമ്പോൾ ആ ഭാണ്ഡക്കെട്ടിലേക്ക് എടുത്തു വെച്ചതെല്ലാം തിരികെ എടുത്തു വെച്ചുകൊണ്ട് ഭാണ്ഡവും പേർ തിരികെ പോരുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ മിസ്സിയോയുടെ ഫിസിക്കൽ കോഴ്സിൽ നിന്നും നീതീകരണം വഴിയുള്ള യേശുക്രിസ്തു മരിച്ചതിലൂടെ രക്ഷിക്കപ്പെടുന്ന ഓരോ മനുഷ്യൻ്റെയും പൂർണ്ണമായ സ്വാതന്ത്ര്യവും പൂർണ്ണമായ അനുരഞ്ജനപ്പെടലും പൂർണ്ണമായ പാപപരിഹാരവും പൂർണ്ണമായ ഒരു വിടുതലും അനുഭവിക്കുവാനായിട്ട് അന്ന് എനിക്ക് സാധിച്ചു. അത്രമേൽ ഭംഗിയായിട്ട് ഒരിക്കലും ഞാൻ കുമ്പസാരിച്ചിട്ടില്ല. ആ കുരിശിൻ ചുവട്ടിൽ ഒരു ബക്കറ്റിൽ ഞങ്ങളുടെ എല്ലാം ആ തന്നിരുന്ന ആ കടലാസ് വസ്ത്രം അഴിച്ചുപേക്ഷിച്ച് ഒരു പുതിയ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്നേഹിക്കുന്ന മാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഭംഗി എന്ന് പറയുന്ന രീതിയിലേക്ക് വളരുവാനുള്ള ഒരു കൃപ ദൈവം തന്നു. മിസ്സിയ കുടുംബത്തിന് ഒന്നടങ്കം നന്ദി. പ്രിയപ്പെട്ടവർ, വിശദീകരിക്കപ്പെട്ട് വിശ്വസിച്ച് നാം കടക്കേണ്ടത് രക്ഷയിലേക്കാണ്. റോമ 10:9 വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ രക്ഷകനെ യേശുവിനെ മിശിഹായും കർത്താവുമായി സ്വീകരിച്ച് നമുക്കത് ഏറ്റുപറയുകയും ആ വിശ്വാസത്തോടുകൂടി ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് യേശു തൻ്റെ ഘോരമായ പീഡകൾ സഹിച്ചത്, കുരിശിൽ മരിച്ചത്, ഉത്ഥിതനായത് എനിക്ക് വേണ്ടിയാണ്, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ള വിശ്വാസ പ്രത്യുത്തരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ വലിയ അനുതാപത്തിലേക്കും പാപബോധത്തിലേക്കും നാം നയിക്കപ്പെടും. അങ്ങനെ രക്ഷയ്ക്കും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ വളർത്തും. വിശ്വസിച്ച് മക്കളാകാൻ യോഹന്നാൻ 1:12 ഇപ്രകാരം പറയുന്നു, വിശ്വസിച്ച് മക്കളാകാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാവാൻ അവൻ കഴിവ് നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവമക്കളാകാൻ നമ്മെ വിളിക്കുന്ന ഒരു പർദീസ അനുഭവത്തിലേക്ക് നമ്മെ വിളിക്കുന്ന നാം അത് സ്വീകരിക്കണം. അപ്പോൾ ഈ വിശ്വാസ പ്രത്യുത്തരമാണ് നമ്മെ ദൈവമക്കളെന്ന സ്വാതന്ത്ര്യത്തിലേക്ക് വളർത്തുന്നത്. വിശ്വാസ പ്രത്യുത്തരം എന്ന നാണയം ഉപയോഗിച്ച് വേണം ദൈവവും മനുഷ്യരും തമ്മിലുള്ള ഇടപെടലുകൾക്കും ഇടപാടുകൾക്കും ഇനി മുതൽ നാം പരിശ്രമിക്കേണ്ടത്. വിശ്വസിച്ച് അങ്ങനെ നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കണം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ 3:16 പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കളോട് അവനുള്ളത് അനന്തമായ സ്നേഹമാണ്. തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ലോകത്തെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനാണ്. മനുഷ്യമക്കളോടുള്ള അതിയായ സ്നേഹമാണ് ഇതിന് ദൈവത്തെ പ്രേരിപ്പിച്ചത്. അവനിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതപിച്ച് ഏറ്റുപറയാനും അവൻ്റെ നാമത്തിൽ പാപവിമോചനം നേടുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കിണറ്റിൽ വീണുപോയ വ്യക്തിക്ക് കയറുവേണിയും കുട്ടയും കൊടുക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. രക്ഷപ്പെടണമെങ്കിൽ അവനത് ഉപയോഗിക്കണം. രക്ഷയ്ക്ക് ദൈവമനുഷ്യ പങ്കാളിത്തം അത്യാവശ്യമാണ്. എത്ര ലക്ഷങ്ങൾ ബാങ്കിൽ കിടന്നാലും ചെക്ക് എഴുതി ആവശ്യത്തിന് പണം ഒപ്പിട്ട് അടുത്ത നടപടികൾക്ക് ബാങ്കിൽ ചെല്ലാതെ അത് നമുക്ക് ലഭ്യമാവില്ല. വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കി ഹോസ്റ്റലിൽ നിന്നും ഇടയ്ക്ക് വീട്ടിലെത്തുന്ന മകൾക്ക് ഒരുക്കി വെച്ചാലും അതൊന്ന് മണത്തു നോക്കി വിഭവങ്ങളുടെ നിറവും ഭംഗിയും പുകഴ്ത്തിപ്പറഞ്ഞ് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ച് മടങ്ങിപ്പോന്നാൽ കാര്യമില്ല. ഭക്ഷണം കഴിച്ചു തന്നെയാകണം. പ്രിയപ്പെട്ടവർ, ദൈവവുമായുള്ള ബന്ധം, പരസ്പരമുള്ള ബന്ധം, ഇവയിലെല്ലാം തികഞ്ഞ അനുതാപം പരിശോധിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 6:47 പറയുകയാണ്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നതിന് നിത്യജീവനുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ അവസാനം നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലമാണ് നിത്യജീവൻ. അപ്പോൾ വിശ്വാസത്തിൽ അടിയുറയ്ക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. ബിഗിൻ വിത്ത് ദ എൻഡ് എന്ന് ആലിസ് ആൻ്റി പറയുന്ന പോലെ അവിടെയാണ് നമുക്ക് അവസാന നിമിഷത്തെ വിശ്വാസം കൊണ്ട് രക്ഷ കൊയ്ത നല്ല കൊള്ളൻ്റെ വിശ്വാസ പ്രത്യുത്തരത്തെപ്പറ്റി ആലോചിക്കേണ്ടിയിരിക്കുന്നത്. തമ്പുരാൻ്റെ ഹൃദയം കട്ടെടുത്ത നല്ല കള്ളൻ്റെ വിശ്വാസം. കുരിശിൽ താൻ മരിക്കുന്നതിന് തൊട്ടു മുമ്പ് നിന്റെ രാജ്യത്തിൽ എത്തുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് യാചിച്ചു. യേശുവിനെ നേരിക്കണ്ടു കഴിഞ്ഞപ്പോൾ, അവൻ രക്ഷകനാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ നല്ല കള്ളൻ കാൽവരിയിലെ കുരിശിൽ കിടന്ന് ഏറ്റു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ പർദീസ അനുഭവം സ്വന്തമാക്കാൻ, നല്ല കുമ്പസാരം നടത്തി രക്ഷാനുഭവം സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. അവൻ വിശ്വസ്തനാകിയ എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുമെന്ന് യോഹന്നാൻ 1:8-4 വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു പ്രത്യുത്തരം കേൾക്കാം, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. യേശു മരിച്ച് ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് മാത്രമാണ് ആ പ്രത്യുത്തരത്തിന് ആ സമയത്ത് അങ്ങനെ യേശു പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഈ ഒരാഴ്ചക്കാലം നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കുമെന്നുള്ള ആ ഒരു പ്രത്യുത്തരം നമുക്ക് കേൾക്കുവാൻ വേണ്ടി സാധിക്കണം. അതിനു വേണ്ടി അത്രമേൽ ഉള്ള ഒരു വിശ്വാസ പ്രത്യുത്തരം എന്ന ഈ അനുതാപ ശുശ്രൂഷയിലേക്കുള്ള നമ്മുടെ കടന്നു ചെല്ലൽ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തുതി.